ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ നടന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമുണ്ടായ നടപടികളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. മറ്റത്തൂരിൽ BJP-യുമായി മുൻധാരണയോ സഖ്യമോ ഇല്ലെന്ന നടപടി നേരിട്ട DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ വ്യക്തമാക്കുകയാണ്. ചതിച്ചത് KR ഔസേപ്പാണ്. ഔസേപ്പിനെ UDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നു. ഹാളിൽ എത്തിയപ്പോഴാണ് ഔസേപ്പ് LDF-നൊപ്പം ചേർന്നു എന്ന് മനസ്സിലായത്. തുടർന്ന് ടെസ്സിയെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും TM ചന്ദ്രൻ പറഞ്ഞു. അതേസമയം DCC-യുടേത് അപഹാസ്യ നാടകമാണെന്നും നേതൃത്വത്തിന്റെ പിടിപ്പുകേട് മറച്ചുവെക്കാൻ തങ്ങളെ ബലിയാടാക്കുകയാണെന്നും TM ചന്ദ്രൻ ആരോപിച്ചു. ആ പ്രതികരണം ആദ്യം ഒന്ന് കേൾക്കാം. ഒരു കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ CPM ചെയ്ത കൊടും പാതകം, വലിയ ജനവഞ്ചന, ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ CPM നടത്തിയ ശ്രമങ്ങളെ മറച്ചുവെക്കാനും മൂടിവെക്കാനും ചില മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഈ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. 10 സീറ്റുകൾ വീതം LDF-ഉം UDF-ഉം നേടിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം കൃത്യമായി KR ഔസേപ്പിനെ കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി ലീഡറായി തെരഞ്ഞെടുക്കുകയും അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തതാണ്. CPM-ന് പലതും മറച്ചു വയ്ക്കാനും ഒളിച്ചു വയ്ക്കാനുമുണ്ട്. അങ്ങനെ ഒളിച്ചു വെക്കാനും മറച്ചു വെക്കാനുള്ളതിന് ഭാഗമായി ഇവർക്ക് KR ഔസേപ്പിനെ കൂടെ നിർത്തേണ്ടത് അനിവാര്യമാണ്. അതിനുവേണ്ടി ലക്ഷങ്ങൾ ഓഫർ ചെയ്ത് ഔസേപ്പിനെ വിലക്കെടുക്കുകയായിരുന്നു. സ്വാഭാവികമായും നമ്മുടെ UDF-ന്റെ മെമ്പർമാർ തെരഞ്ഞെടുപ്പ് ഹാളിൽ എത്തിയതിന് ശേഷമാണ് ഔസേപ്പ് കൂറുമാറി എന്ന് ചതിച്ചു എന്നും മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അവർ അപ്പോൾ കൂടിയാലോചിച്ച് ഔസേപ്പിന് പകരം പുതിയൊരു സ്ഥാനാർത്ഥിയെ ടെസ്സിയെ മത്സരിപ്പിക്കുകയും ആ ടെസ്സിക്ക് BJP-ക്കാരുടെ വോട്ട് ലഭിക്കുകയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അങ്ങനെ ഒരു മുൻ ധാരണയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സഖ്യത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾക്ക് ആ വോട്ട് ലഭിച്ചിട്ടുള്ളത്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിപ്പോൾ നേതൃത്വത്തിനെതിരെ, അതായത് DCC-ക്കെതിരെ ആരോപണം ഉയർത്തിയിരിക്കുന്നു. ഈ നടപടി നേരിട്ട ഈ TM ചന്ദ്രൻ എന്ന് പറയുന്നത് DCC ജനറൽ സെക്രട്ടറിയാണ്. ഈ TM ചന്ദ്രൻ എന്നുള്ളത് അവിടുത്തെ സാഹചര്യം വളരെ എളുപ്പമാണ്. ഇത്രത്തോളം കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഏറ്റവും പ്രധാനം 8 UDF അംഗങ്ങളാണ്, 8 വാർഡ് അംഗങ്ങളാണ് അവിടെ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച് അങ്ങോട്ട് എത്തിയത്. 4 BJP അംഗങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു സ്വതന്ത്രയാണ് ഉണ്ടായിരുന്നത്. മറ്റേ LDF-ലേക്ക് കടന്നു എന്ന് പറയുന്ന, അങ്ങോട്ട് പോയി എന്ന് പറയുന്ന ഔസേപ്പ് സ്വതന്ത്രനാണെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതായത് പിന്തുണയോടെ ഒരു സ്വതന്ത്രനായിരുന്നു, UDF പിന്തുണയോടെ ഒരു സ്വതന്ത്രനായിരുന്നു ഔസേപ്പ് എന്നുള്ളതൊക്കെയാണ് പിന്നെ വ്യക്തമാകുന്നത്. UDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു ഈ ഔസേപ്പ് എന്നുള്ളത്. ഔസേപ്പിനെ LDF പണം കൊടുത്ത് വാങ്ങി എന്നുള്ള ഒരു ആരോപണമാണ് UDF ഉന്നയിക്കുന്നത്. അപ്പോൾ ഔസേപ്പ് അങ്ങോട്ട് മറിഞ്ഞപ്പോൾ ഇവിടെ ടെസ്സിയെ പിന്തുണച്ചു. അപ്പോൾ ടെസ്സിയെ പിന്തുണയ്ക്കുന്നതിനായി പിന്തുണച്ചു എന്നുള്ളത് മാത്രമേ തങ്ങൾ ചെയ്തുള്ളൂ എന്നാണ് TM ചന്ദ്രൻ വ്യക്തമാക്കുന്നത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായി ചർച്ച ചെയ്ത സാഹചര്യങ്ങളൊക്കെ പറയുന്നത് ഈ കോൺഗ്രസ് അംഗങ്ങൾ, ഈ 8 പേർ BJP-യിലേക്ക് ചേർന്നു. അതിനുശേഷം ടെസ്സിയുടെ പ്രതികരണത്തിൽ തൊട്ടുപുറകിലുള്ള BJP നേതാക്കളെയൊക്കെ നമ്മൾ കണ്ടതാണ്. BJP-യുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ BJP-യുമായി ഒരു സഖ്യവും ഇല്ല എന്നുള്ളതും കൂടിയാണ്. ഒപ്പം ഈ നടപടി നേരിട്ട DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ പറയുന്നത് ഈ DCC-യുടെ അപഹാസ്യ നാടകമാണ് ഇത് എന്നുള്ളതും കൂടിയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതനുസരിച്ച് ആരും BJP-യിലേക്ക് പോയിട്ടില്ല. പക്ഷേ പാർട്ടി തീരുമാനത്തിന് യോജിക്കാത്തൊരു തീരുമാനം അവിടെ വന്നതുകൊണ്ടാണ് നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പാർട്ടിക്കുള്ളിൽ കുറച്ച് പുകയുന്നുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ പല രീതിയിൽ, പലതരത്തിൽ, പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അങ്ങനെയില്ല, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു, അതങ്ങനെയല്ല എന്നുള്ളതൊക്കെയാണ് ചർച്ച നടക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യം, നിലവിൽ DCC-ക്കെതിരെ ഒരു വിമർശനം ഉയർത്തിയിരിക്കുന്നു. ഈ നടപടി നേരിട്ട, അതായത് ഈ മറ്റത്തൂർ പഞ്ചായത്തിലെ നടന്ന സംഭവം, അത്തരത്തിലൊരു ചാട്ടം നടന്ന ആ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ BJP-യുമായി മുൻധാരണയോ സഖ്യമോ ഇല്ലെന്നാണ് നടപടി നേരിട്ട DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ വ്യക്തമാക്കുന്നത്.